യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യവും യോഹന്നാന്റെ സുവിശേഷം 17:3 വാക്യവുമാണ് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അടുത്ത വാക്യം: ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകും. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ എങ്ങനെ ലഭിക്കും? നിത്യജീവൻ ലഭിക്കാനുള്ള മാർഗമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും. നിത്യജീവൻ ലഭിക്കണമെങ്കിൽ യേശുവിനെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടി അയച്ച പിതാവിനെ അറിയണം. അതുപോലെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുവാൻ വന്ന യേശു ക്രിസ്തുവിനെ അറിയണം. അറിഞ്ഞാലേ നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. എല്ലാ മനുഷ്യർക്കും ആവശ്യമായിരിക്കുന്നത് നിത്യജീവൻ ലഭിക്കണം. ദൈവമനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നിത്യജീവനുള്ളവനായിട്ടാണ് അവരെ സൃഷ്ടിച്ചത്. നിത്യജീവിതം അവരെ മരിക്കാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചത്, നിത്യമായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ സ്വരൂപമുള്ള ദൈവത്തിൻ്റെ സാദൃശ്യമുള്ള മനുഷ്യൻ എന്നും എന്നേക്കും ദൈവത്തോട് കൂടെ വസിക്കാൻ വേണ്ടിയാ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ദുഷ്ടപിശാച് വളരെ തന്ത്രപൂർവം ആ ഏദൻ തോട്ടത്തിൽ കയറി ചെന്ന് വഞ്ചിച്ച് ചതിച്ച് അവരെ കൊണ്ട് വിലക്കിയിരുന്ന വൃക്ഷത്തിൻ്റെ ഫലം അവരെ കൊണ്ട് തീറ്റിച്ച് അവരെ നിത്യജീവനിൽ നിന്ന് അവരെ അകറ്റുന്നതിന് മുഖാന്തരമാക്കി മാറ്റി. നമുക്കറിയാം, ദൈവം അവരോട് പറഞ്ഞിരുന്നു, ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിച്ചു പോകും, തിന്നരുത്. അവരെ ദൈവം സൃഷ്ടിച്ച നിത്യമായി ജീവിക്കാൻ. എന്നാൽ അവർക്കൊരു വിലക്ക് കൊടുത്തു. ഈ ഏത് തോട്ടത്തിന് ഏത് വൃക്ഷമരവും തിന്നാം. ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ആ വൃക്ഷത്തിന് വരം തിന്നരുത്, തിന്നാൽ നീ മരിക്കും. നിത്യജീവന് വേണ്ടി ദൈവം സൃഷ്ടിച്ചാക്കിയ മനുഷ്യൻ പിശാചിന്റെ തന്ത്രത്തിൽ കുടുങ്ങി നിത്യജീവൻ നഷ്ടപ്പെട്ട സ്ഥാനത്ത് മനുഷ്യന് നിത്യജീവൻ നൽകുവാൻ വേണ്ടി ദൈവം തീരുമാനിച്ച പദ്ധതിയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ഏതൊരുവൻ ആ പുത്രനിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യജീവൻ നൽകുക എന്നുള്ളത്. അതുകൊണ്ടാണ് 3:36 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവകോപം അവൻ്റെ മേൽ വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മാനവരാശിക്ക് നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ അവർ കൊടുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പ്രോഗ്രാമിൽ ദൈവം തീരുമാനിച്ച പദ്ധതി തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് പുത്രനെ കാൽവരി ക്രൂശിൽ പുത്രനെ തകർത്തുകൊണ്ട് പുത്രനെ ഒരു യാഗമാക്കിക്കൊണ്ട് ഏതൊരു പുത്രനെ നോക്കി, യേശുവേ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ രക്ഷിക്കണമേ, അങ്ങേ എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ രക്ഷിക്കണമേ എന്ന് ഏറ്റുപറയുമ്പോൾ അവരെ രക്ഷിക്കുക മാത്രമല്ല നിത്യജീവനെ അവകാശിയാക്കി അവരെ തീർക്കുക എന്നുള്ളതാണ്
ദൈവത്തിൻ്റെ പ്രോഗ്രാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. നിത്യജീവൻ നഷ്ടപ്പെട്ടവരായിരുന്നു. നിത്യജീവിതം നമുക്ക് ലഭിക്കാൻ യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. നിത്യ നരകത്തിൽ നിത്യശിക്ഷ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ കൃപയാൽ കാൽവറിയിലേക്ക് കണ്ണുയർത്തിക്കൊണ്ട് യേശുവേ അങ്ങിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ള അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് ഓർക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് വായിക്കാനും കഴിഞ്ഞു പോകും. നിന്നെ അറിയുന്നതും നീ അയച്ച പുത്രനെ അറിയുന്നതുമാണ് നിത്യജീവൻ. ആദ്യം നമ്മൾ വായിച്ചത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. രണ്ടാമതായി നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് ദൈവം അയച്ച പുത്രനെ അറിയുന്നതാണ് നിത്യജീവൻ. അയച്ച പിതാവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അയച്ച ആളിനെ അറിയണം, അയക്കപ്പെട്ട ആളിനെ അറിയണം. അവർക്ക് ആ നിത്യജീവൻ ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അറിയാം, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന നിരീശ്വരവാദികൾ ഒഴികെയുള്ള എല്ലാവർക്കും അറിയാം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആകാശത്തെ ഭൂമിയെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് നിരീശ്വരവാദികൾ ഒഴികെ എല്ലാവർക്കും അറിയാം. അറിഞ്ഞതുകൊണ്ട് അവർക്ക് നിത്യജീവൻ കിട്ടിയില്ല. എത്ര പേർക്കറിയാം ജീവിക്കുന്ന ദൈവമുണ്ട്? എത്ര പേർക്കറിയാം ശ്രീ യേശു ക്രിസ്തു ഈ ഭൂമി ജീവിച്ചിരുന്നു? എത്ര അതറിയാവുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, ജനകോടികൾ ലോകത്തിലുണ്ട്. എന്നാൽ അവർക്കെല്ലാം നിത്യജീവൻ കിട്ടിയില്ല. നമുക്കറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പടം കണ്ടാൽ അത് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട. പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ താഴെ കുറിപ്പ് നോക്കണ്ട. ആരുടെ ഫോട്ടോ ആണെന്നറിയാൻ താഴെ കുറിപ്പ് നോക്കണ്ട. കേരളത്തിലുള്ള കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ആ പേപ്പറിലെ ഫോട്ടോ കാണുമ്പോൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണെന്ന് അവർക്കറിയാം. ടി വിയിൽ അദ്ദേഹം സംസാരിക്കുന്ന കാണുമ്പോൾ ആരും പരിചയപ്പെടുത്തണ്ട, എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. പ്രൈം മിനിസ്റ്ററിൻ്റെ ഫോട്ടോ പേപ്പറിൽ കാണുമ്പോൾ ആരും പരിചയപ്പെടുത്തണ്ട, എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തെ ടി വി കാണുമ്പോൾ ആരും പരിചയപ്പെടുത്തണ്ട, ഇന്ത്യക്കാർക്കെല്ലാം അറിയാം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ്. എന്നാൽ നമുക്കാർക്കും ചീഫ് മിനിസ്റ്ററെ അറിയേണ്ട വിധത്തിൽ അറിയാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. പ്രൈം മിനിസ്റ്ററെ അറിയേണ്ട വിധത്തിൽ അറിയാൻ നമുക്കാർക്കും ഭാഗ്യം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തോടു കൂടെ ഏറ്റവും അധികം സഹവസിക്കുന്ന തൻ്റെ ക്യാബിനറ്റിൽപ്പെട്ട മന്ത്രിസഭയിൽപ്പെട്ട ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ കൂടുതൽ അറിയാമെങ്കിലും നമുക്ക് അറിയേണ്ടവണ്ണം അറിയാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ദൈവത്തെ അറിയുന്നവരാ, യേശുവിനെ അറിയുന്നവരാ. അതുകൊണ്ട് അവർക്ക് നിത്യജീവൻ കിട്ടുന്നില്ല. എന്നാൽ ആർക്കാ നിത്യജീവൻ ലഭിക്കുന്നത്? യേശുവിനെ അറിയേണ്ടവണ്ണം അറിയുവാൻ ആർക്ക് ഭാഗ്യം ലഭിച്ചോ അവർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നത്. പിതാവായ ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയാൻ ആർക്ക് ഭാഗ്യം ലഭിച്ചോ അവർക്കാ നിത്യജീവൻ ലഭിക്കുന്നത്. ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയണം, യേശുവിനെ അറിയേണ്ടവണ്ണം അറിയണം. അറിഞ്ഞെങ്കിൽ മാത്രമേ നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ, ദൈവത്തെ എങ്ങനെ അറിയാം? സത്യദൈവത്തെ എങ്ങനെ അറിയാം? യേശുക്രിസ്തുവിനെ എങ്ങനെ അറിയാം? ഒന്നാമത് അതിന് പറയാനുള്ള മറുപടി
സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ട്. അത് വിശുദ്ധ ബൈബിളാണ്. ഈ പുസ്തകമാണ് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നത് ഏക സത്യ ദൈവമാരാണ്, ഏക സത്യ ദൈവമാരാണ്, ആ ദൈവത്തിലെ പുത്രൻ ആരാണ്. ഇത് വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നതോർത്ത് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. 3 കോടി ഓരോ വർഷവും 3 കോടി പുസ്തകം പ്രിന്റ് ചെയ്തിറങ്ങുക പല ഭാഷകളിൽ. ഇത്രയും ബെസ്റ്റ് സെല്ലറായ ഒരു പുസ്തകം ഈ വേൾഡിലില്ല. ഈ വേൾഡിൽ ബെസ്റ്റ് സെല്ലറായ പുസ്തകങ്ങൾ ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഒരു വർഷം 3 കോടി പുസ്തകം പുതുതായിട്ട് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത് വിശുദ്ധ ബൈബിൾ അല്ലാതെ മറ്റൊരു പുസ്തകമില്ല. അത് വിളിച്ചറിയിക്കുന്നു. ഈ പുസ്തകം ഏക സത്യദൈവമാരാണെന്ന് വെളിപ്പെടുത്തുന്നു. ഈ പുസ്തകം മാനവരാശിയുടെ രക്ഷകൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. ഈ പുസ്തകത്തിൽ കൂടെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം. പുസ്തകം തുടങ്ങുന്നതിന് എന്താ? തുടങ്ങുന്നതിന് ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി 1-ന്റെ 1-ാം വാക്യം എന്ന് പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ്, ആരംഭത്തിൽ ദൈവം ചെയ്ത കാര്യം, ആദിയിൽ ദൈവം ചെയ്ത കാര്യം, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ബൈബിൾ വെളിപ്പെടുത്തുന്ന ജീവനുള്ള ദൈവം സൃഷ്ടാവായ ദൈവമാണ്. ആദ്യത്തെ സൃഷ്ടിച്ചത് ആകാശത്തെയും ഭൂമിയുമാണ്. ദൈവം ആദിയിൽ ആകാശം ഭൂമി സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? ദൈവത്തിൻ്റെ നീട്ടിയ ഭുജത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവം ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചെന്ന് ഒരിടത്ത് എഴുതിയിരിക്കുമ്പോൾ മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നത് ഈ കാണുന്ന ലോകം ദൃശ്യമായ എന്തെങ്കിലും കാര്യങ്ങളാൽ ഉളവായതല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാ! ദൈവം വാക്കിൻ്റെ ശക്തി കൊണ്ട് ഉണ്ടാകട്ടെ, സൃഷ്ടിക്കപ്പെടട്ടെ എന്നുള്ള വാക്കിൻ്റെ ശക്തി കൊണ്ട്. സൂര്യൻ സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു. ചന്ദ്രൻ സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു. ഭൂമി സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു. ആകാശമണ്ഡലത്തിൽ കാണുന്ന കോടാനുകോടി ഗോളങ്ങൾ ദൈവത്തിന്റെ വാക്കിന് മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ബൈബിൾ പറയുന്നു. ദൈവം പറഞ്ഞപ്പോൾ അത് സൃഷ്ടിക്കപ്പെട്ടു. ഇല്ലാത്തതിനെ ഉള്ളതിനെ വിളിച്ചു വരുത്തുന്ന പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചമില്ലായിരുന്നു, ആകാശത്ത് കാണുന്ന കോടാനുകോടി നക്ഷത്രങ്ങളില്ലായിരുന്നു. ഇല്ലാതിരുന്ന അതിനെ ഉള്ളതിനെ വിളിക്കുന്ന പോലെ ദൈവം വരട്ടെ, പ്രത്യക്ഷമാകട്ടെ, സൃഷ്ടിക്കപ്പെടട്ടെ, കാണപ്പെടട്ടെ എന്നുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കോടാനുകോടി നക്ഷത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഗാലക്സിയായി അതെല്ലാം ഈ ശൂന്യാകാശത്ത് വന്ന് നിന്നു. നമ്മുടെ ദൈവമാരാ ഇല്ലാത്തതിനെ ഉള്ളതിനെ വിളിച്ചു വരുത്തുന്ന പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ദൈവമാ. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ സേവിക്കുന്ന ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ വിളിക്കുന്ന പോലെ വിളിക്കാൻ കഴിയുന്ന ദൈവമാ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകാൻ എൻ്റെ ദൈവത്തിന് ഒരു നിമിഷം മതി. ഇല്ലാത്തതിനെ നൽകാൻ, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തി എനിക്ക് നൽകാൻ കഴിയുന്ന ദൈവമാ എൻ്റെ ദൈവം. സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്ത പലതും നമുക്കുണ്ട്.
നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത പലതും ഓർക്കുമ്പോൾ മാനുഷ്യമായി ദുഃഖമൊക്കെ തോന്നാറുണ്ട്, വിഷമമൊക്കെ തോന്നാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവം ആത്മാവ് പറയുന്നു, വിശ്വസിക്ക്. അബ്രഹാം വിശ്വസിച്ചു. ഇല്ലാത്തതിനെ ഉള്ളതിനെ വിളിക്കുന്ന പോലെ വിളിക്കുന്നവനാ എൻ്റെ ദൈവമെന്ന് അബ്രഹാം വിശ്വസിച്ചപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ അതുവരെ ഇല്ലാതിരുന്ന വലിയൊരു അനുഗ്രഹം, വലിയൊരു നന്മ നിമിഷ നേരം കൊണ്ട് തനിയെ ലഭിക്കത്തക്ക നിലയിൽ ഒരു അത്ഭുതം ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ചിലതിനെ തരാൻ കഴിയുന്ന ദൈവമാണ് എൻ്റെ ദൈവം. കരങ്ങളടിച്ച് ശക്തിയോട് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി നീ വിശ്വസിക്കുമെങ്കിൽ ഇല്ലാത്ത ചിലത് തന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുക. നിന്റെ തലമുറകളെ അനുഗ്രഹിക്കാൻ പോകുക. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. അടുത്തായിട്ട് ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എബ്രായ ലേഖനം അത് 1:1 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ദൈവത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവിടെയും ദൈവം പണ്ട്. അപ്പൊ ബൈബിളിലെ ദൈവം ഇന്നലെയോ 1 നൂറ്റാണ്ട് മുമ്പോ 10 നൂറ്റാണ്ട് മുമ്പോ ആരംഭിച്ച അല്ലേ കേൾക്കാൻ തുടങ്ങിയ ഒരു ദൈവമല്ല. ഇന്ന് ബിഗിനിങ് ആദിയിലെ സൃഷ്ടിപ്പ് നടത്തിയ ദൈവം പണ്ട് പ്രവാചകന്മാരിൽ കൂടെ ദൈവിക വെളിപ്പാടുകൾ മനുഷ്യന് നൽകിക്കൊണ്ടിരുന്ന ദൈവം അന്ത്യകാലത്ത് പുത്രനെ കൂടെ മനുഷ്യനോട് സംസാരിച്ച ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ ദൈവം ആദ്യ 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ നാം കണ്ടു. ഇപ്പോഴത്തെ വായിച്ച വാക്യത്തിൽ പുത്രനെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയും. പുത്രനെ കൂടെ ദൈവിക വെളിപ്പാടുകൾ മനുഷ്യൻ നൽകി. ഇനി പുത്രനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുകൾ താഴെ നോക്കിക്കേ. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തേതിൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവരും ആകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയും ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനാകുകയും ചെയ്തു. അപ്പൊ ആരാ പുത്രൻ? പിതാവിനെ കുറിച്ച് നാം കേട്ട് എഴുതും. ആദിയിലെ സൃഷ്ടിപ്പ് നടത്തിയവൻ, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തിയവൻ. എന്നാൽ ഇവിടെ എന്താ വായിക്കുന്നത്? പുത്രനെ കൂടെ മാനവരാശിക്ക് വേണ്ട വെളിപ്പാടുകൾ ദൈവം കൊടുത്തു. പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ച ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് പുത്രൻ ലോകത്തിൽ വന്നു. പുത്രൻ വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ശക്തമായ ആ ദൂത് പുത്രൻ വിളിച്ചു പറഞ്ഞു, അല്ലല്ല, മാനസാന്തരപ്പെടാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. പുത്രൻ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. പുത്രനെ കൂടെ ലോകത്തിന് വേണ്ട വെളിപ്പാടും ആലോചനയും ദൈവം നൽകി. ഈ പുത്രന് ആരാണെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതി. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാ. ദൈവം തേജോമനായ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ് ഈ പുത്രൻ. ദൈവത്തിൻ്റെ തത്വത്തിൻ്റെ മുദ്രയാണ് ഈ പുത്രൻ. സകലത്തെയും തൻ്റെ ശക്തിയേറിയ വചനം കൊണ്ട് വഹിക്കുന്നവരാണ് പുത്രൻ. അത് മാത്രമല്ല, പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഉയരത്തിൽ
പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവനാ പുത്രൻ. ബൈബിൾ പറയുന്നു, പുത്രനാണ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയത്. ലോകത്തിലെ അനേക മഹാന്മാർ വന്നിട്ടുണ്ട്, അവരാരും പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയില്ല. നല്ല കാര്യങ്ങളൊക്കെ പലതും പറഞ്ഞു, നല്ല തത്വങ്ങളൊക്കെ പറഞ്ഞു, എന്നാൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിൽ വന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. ബൈബിൾ പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് ദൈവദാസന്മാർ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. രക്ഷയ്ക്ക് മറ്റൊരു നാമമില്ല. വിളിച്ചപേക്ഷിക്കുമ്പോൾ രക്ഷ കിട്ടാൻ വേറൊരു നാമമില്ല. കാൽവറിയിലേക്ക് കണ്ണുയർത്തിക്കൊണ്ട്, യേശുവേ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ രക്ഷിക്കണമേ എന്ന് ഏതൊരു പാപി വിളിച്ചു പറഞ്ഞാലും നിമിഷം നേരം കൊണ്ട് അവനെ രക്ഷിക്കാൻ കഴിയുന്ന യേശുവിനെ പോലെ ഒരു രക്ഷകൻ വേറെ ഇല്ല. അതേ ബൈബിൾ വളരെ വ്യക്തമായി യേശുവിനെ കുറിച്ച് പറയും. കൊലോസ്യലേഖനത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന യേശുവിനെ കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുന്ന 1:13 വാക്യങ്ങൾ. അവിടെ പിതാവിനെ കുറിച്ചും പറഞ്ഞു, പുത്രനെ കുറിച്ചും പറഞ്ഞു. പിതാവിനെ കുറിച്ച് പറഞ്ഞാണ് ആദ്യം എഴുതിയിരിക്കുന്നത്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്തു. ആരാ? ഇരുട്ടിൽ കിടന്ന് നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചത് ആരാ? പിതാവായ ദൈവം. ഇനി അടുത്ത ആട്ട് യേശുവിനെ കുറിച്ച് പറയുകയാണ്. യേശുവിനെ കുറിച്ച് 14 വാക്യത്തിൽ, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിയുടെയും ആദ്യ ജാതരമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അടുത്ത വാചകം ശ്രദ്ധിക്കണം. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നവൻ. അപ്പൊ വിശുദ്ധ ബൈബിൾ പിതാവാരാ, പുത്രനാരാ എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അപ്പോൾ ഒരാൾക്ക് പിതാവായ ദൈവത്തെ അറിയണമെങ്കിൽ ബൈബിളിൽ കൂടെ ദൈവത്തെ അറിയാൻ വേണ്ടി അവൻ പരിശ്രമിച്ചെങ്കിലേ പറ്റുള്ളൂ. ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവത്തെ അറിയാൻ ഇന്റർനെറ്റ് സെർച്ച് ചെയ്തത് കൊണ്ട് ദൈവത്തെയോ യേശുവിനൊന്നും അറിയാൻ കഴിയത്തില്ല. ഗൂഗിൾ സെർച്ച് നടത്തിയത് കൊണ്ട് ദൈവത്തെയോ യേശുവിനെയോ അറിയാൻ കഴിയത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി പോയി ഏറ്റവും പ്രസിദ്ധരായ ആളുകൾ എഴുതിയ പുസ്തകം വായിച്ചത് കൊണ്ട് യേശുവിനെയോ പിതാവിനെയോ അറിയാൻ കഴിയത്തില്ല. പിതാവിനെയോ തൻ്റെ പുത്രനെ അറിയണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. സ്വർഗത്തിൽ നിന്ന് സ്ഥിരമായിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ ആരെങ്കിലും പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാകും ജീവിക്കുന്ന ദൈവമാരാ, രക്ഷിക്കുന്ന ദൈവമാരാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തുവിനെ അറിയണം, പിതാവിനെ അറിയണം. അറിയാനുള്ള ഒന്നാമത്തെ മാർഗം ദൈവവചനമാണ്. രണ്ടാമതായി അറിയാൻ വേണ്ടി ദൈവം വെച്ച ഒരു മാർഗമുണ്ട്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. 1:20 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞ് വായിപ്പിക്കുമ്പോൾ സമയം പോകുന്നതുകൊണ്ട് ഞാൻ തന്നെ വായിക്കുക. അവൻ്റെ നിത്യശക്തിയും
ദിവ്യത്വമായി അവരുടെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവരുടെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവരെ ദൈവം ഒന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥന്മാരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. നോക്കിയേ, അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർ ദൈവത്തെ അറിഞ്ഞവരാണെന്ന്. അവർ ദൈവത്തെ അറിഞ്ഞു. അറിയാൻ കാരണം എന്താ? ദൈവത്തിന് നിത്യശക്തിയും ദിവ്യത്വമായ ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ദൈവ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ നോക്കുന്നവരവന് മനസ്സിലാകും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം ഇതൊന്നും യാദൃശ്യമായി ഉണ്ടായതല്ല. ഈ ആരാധന ഹോള് യാദൃശ്യമായി ഉണ്ടായതല്ലെന്ന് നമുക്കറിയാം. ഈ സ്റ്റേജ് യാദൃശ്യമായി ഉണ്ടായതല്ലെന്ന് നമുക്കറിയാം. ഈ പന്തൽ യാദൃശ്യമായി ഉണ്ടായതല്ലെന്ന് നമുക്കറിയാം. എൻ്റെ കയ്യിലിരിക്കും മൈക്ക് യാദൃശ്യമായി ഉണ്ടായതല്ലെന്ന് നമുക്കറിയാം. ഇതിൻ്റെ എല്ലാം പിൻപിൽ ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ നാം കാണുന്ന ആകാശം, നാം കാണുന്ന സൂര്യൻ, നാം കാണുന്ന ചന്ദ്രൻ, നാം കാണുന്ന നക്ഷത്രങ്ങൾ ഒന്നും യാദൃശ്യമല്ല. അതിന്റെ പിൻപിൽ ഒരു ശില്പി ഉണ്ട്, ഒരു സൃഷ്ടിവാദമുണ്ട്. ആ സൃഷ്ടാവാണ് ജീവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അതേ ജീവനുള്ള ദൈവം അറിയത്തക്കവണ്ണം ദൈവം വെച്ചിരിക്കും. അതുകൊണ്ട് മനുഷ്യന് മനസ്സിലായി ദൈവമുണ്ടെന്ന്. എന്നാൽ ഈ ദൈവത്തെ അവരാരാധിക്കുന്നില്ല, നന്ദി കാണിക്കുന്നില്ല. അതിന് പകരം അവർ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിനെ ആരാധിക്കുക, അതിന് നന്ദി പറയുക. അപ്പൊ അവർ ദൈവത്തെ അറിഞ്ഞെന്ന് പറയുന്നു എങ്കിലും അവരറിയേണ്ട വിധത്തിൽ അറിഞ്ഞില്ല. അറിയേണ്ട വിധത്തിൽ ദൈവത്തെ അറിയുന്നവർ ദൈവത്തെ ദൈവമെന്നോർത്ത് അവർ നന്ദി കരയേറ്റുന്നവരാണ്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. അവർ ദൈവത്തെ സ്തുതിക്കുന്നവരാ. ദൈവത്തെ അറിയുന്നവരല്ല. മൗനമായിരിക്കാതെ വാ തുറന്ന് നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. നമുക്ക് ദൈവം ഒരു വലിയ വെളിപ്പാട് തന്നു. ജീവിക്കുന്ന ദൈവമാണ്, നാം സേവിക്കുന്ന ദൈവമെന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചത് കൊണ്ട് ദൈവത്തെ അറിയുന്ന ജനം മൗനമായിരിക്കേണ്ടവരല്ല, വാ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവരാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ദൈവത്തെ അറിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കും. അവർ ദൈവത്തെ ആരാധിക്കും. ദൈവത്തിന് മാത്രം അവർ മഹത്വം കൊടുക്കും. ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയുന്ന ആളുകൾ. നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവരുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശത്തിലേക്ക് നോക്കുന്ന എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയും. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് നിൽക്കുന്നു. ആകാശവിധാനം അവരുടെ കൈവേലയെ പ്രസിദ്ധമാക്കിക്കൊണ്ട് നിൽക്കുന്നു. ദൈവം ഇതെല്ലാം ചെയ്തു വെച്ചത് മനുഷ്യൻ ദൈവത്തെ അറിയണമെന്നുള്ള ആഗ്രഹത്തില. എന്നാൽ ദൈവം ഉണ്ടെന്ന് മാത്രം അവരറിഞ്ഞെങ്കിലും ആ ദൈവത്തെ അറിയേണ്ട വിധത്തിൽ അറിയാത്തത് കൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റു പലതിനും കൊടുത്തുകൊണ്ട് അതിന്റെ മുമ്പിൽ അവർ നിൽക്കുക. ജീവനുള്ള ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കും. അപ്പൊ ദൈവത്തെ അറിയാനുള്ള മൂന്നാമത്തെ മാർഗം, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുന്നു, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവിക തൃത്വത്തിലെ മൂന്നാമനായ സർവശക്തിയുള്ള സർവജ്ഞാനിയുള്ള ജ്ഞാനമുള്ള പരിശുദ്ധാത്മാവ് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുന്നു. പൗലോസ് പറഞ്ഞു,
പരിശുദ്ധാത്മാവിനാൽ എനിക്കൊരു മർമ്മം വെളിവായി വന്നു. മർമ്മം എന്ന് പറയുന്നത് മിസ്റ്ററി, മറഞ്ഞിരുന്നൊരു മിസ്റ്ററി പരിശുദ്ധാത്മാവിനാൽ എനിക്ക് വെളിവായി വന്നു. അത് സഭയെക്കുറിച്ചുള്ള മിസ്റ്ററിയാ താൻ അവിടെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പിതാവിനെ വെളിപ്പെടുത്തുന്നു, പുത്രനെ വെളിപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി പിറന്ന സമയത്ത് സംഭവിച്ച കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നു. യേശു ഒരു കുഞ്ഞായിരുന്ന സമയത്ത് തൻ്റെ മാതാപിതാക്കൾ യേശുവിനെ ന്യായപ്രമാണമനുസരിച്ചുള്ള ആ കർമ്മങ്ങൾ നടത്തുവാൻ വേണ്ടി ദേവാലയത്തിൽ കുഞ്ഞുമായിട്ട് ചെന്ന സമയത്ത് അവിടെ നടന്നൊരു സംഭവം വായിക്കാൻ പോവുകയാണ്. 2:25 മുതൽ യെരൂശലേമിൽ ശിമിയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനു വേണ്ടി കാത്തിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിനെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ലഭിച്ചിരുന്നു. അവൻ ആത്മനിയോഗത്താൽ അന്ന് ദേവാലയത്തിലേക്ക് ചെന്നു. പരിശുദ്ധാത്മാവുള്ളവന് ഒരു നിയോഗം, ദേവാലയത്തിലേക്ക് ചെല്ലെന്ന് പറഞ്ഞ് അവൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ഒരു നിയോഗം കൊടുത്ത് അവിടെ ചെന്നപ്പോൾ അനേക മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കരങ്ങൾ വഹിച്ചുകൊണ്ട് ന്യായപ്രമാണപ്രകാരമുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവുള്ള ശിമോന് ഓടിച്ചെന്ന് ഒരു കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് 28-ാം വാക്യം മുതൽ. അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ സമാധാനം പോലെ, നാഥ തിരുവചനം പോലെ നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമായി സകല ജാതികളുടെ മുമ്പിൽ നീ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. സകല ജാതികൾക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്ന രക്ഷകനെ കാണാൻ എൻ്റെ കണ്ണുകൊണ്ട് നീ എനിക്ക് ഭാഗ്യം തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ കരങ്ങൾ എടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാനിടയായി. എങ്ങനെ ശിമോന് മനസ്സിലായത്? അവൻ്റെ മേലുണ്ടായിരുന്ന ആത്മാവ ആരെത്തി ചെല്ലാൻ പ്രേരിപ്പിച്ചു. അവന് പേരുണ്ടായിരുന്ന ആത്മാവ ഈ മാതാപിതാക്കളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളൊന്നുമല്ല രക്ഷകൻ. ആ സഹോദരിയുടെ ആ സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞാ ചെന്ന് വാങ്ങിച്ചു. അത് യേശു കുഞ്ഞായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവനെ കുറിച്ച് പറഞ്ഞത്, സകല ജാതികൾക്ക് വേണ്ടി നീ ഒരുക്കിയ നിന്റെ രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടുവല്ലോ. ഇനി ഞാൻ സമാധാനത്തോടെ പോകട്ടെ എന്നവൻ പറഞ്ഞത്. കാരണം ജീവിച്ചിരുന്ന കാലത്ത് ഒരു പ്രവചനം കിട്ടിയിരുന്നു, ഒരു വെളിപ്പാട് കിട്ടിയിരുന്നു. യേശു ക്രിസ്തുവിനെ രക്ഷകനെ കാണുന്നതിന് മുമ്പ് നീ മരിക്കത്തില്ലെന്ന്. അതുകൊണ്ട് അവൻ കാത്തിരിക്കുക. പ്രായം വളരെയായി, മരണത്തോട് മല്ലടിച്ച് നിൽക്കുമ്പോഴും അവൻ കാത്തിരിക്കുക. എനിക്കൊരു വെളിപ്പാടുണ്ട്, എനിക്കൊരു പ്രവചനം കിട്ടിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് മാത്രമേ ഞാൻ മരിക്കത്തുള്ളെന്ന്. ഇന്നിവിടെ ഇരിക്കുന്ന ഈ മക്കളോട് അതിനോട് ചേർന്നൊരു ദൂത് പറയുന്നു. ദൈവം നിനക്കൊരു വെളിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു പ്രവചനം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു സ്വപ്നം കണ്ടി തന്നിട്ടുണ്ടെങ്കിൽ, അത് നടക്കാതെ നിന്റെ കണ്ണടയുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ലെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയോ? വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു ആരാണ് ലോക രക്ഷകൻ എന്നുള്ളത്. ശിമോന് വെളിപ്പെടുത്തി കൊടുത്തു. അവിടെ പ്രായമുള്ളൊരു മാതാവ് ഉണ്ടായിരുന്നു. ആ മാതാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ആശേർ ഗോത്രത്തിൽ
ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവേ, വളരെ വയസ്സ് എന്നവളും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അടുത്തുനിന്നവരോട് വിളിച്ചു പറഞ്ഞു, യെരൂശലേമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ, ശിമോന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാട് വീണ്ടെടുപ്പുകാരൻ. അവർക്ക് എങ്ങനെ മനസ്സിലായി? ഉപവസിക്കുന്ന ആളായിരുന്നു, പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു, ദേവാലയം വിട്ടുപിരിയാതെ ദേവാലയത്തിലെപ്പോഴും സമയം ചെലവഴിക്കുന്ന വൃദ്ധയായൊരു മാതാവ്. അവർക്ക് എങ്ങനെ മനസ്സിലായി? ശിമോന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാണ് യെരൂശലേമിന്റെ വീണ്ടെടുപ്പുകാരൻ, മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരൻ. ആ കുഞ്ഞാണെന്ന് എങ്ങനെ അവൾക്ക് മനസ്സിലായി? ഒറ്റ മറുപടിയേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഉച്ചക്കട ദേശത്ത് അനേകരുടെ കണ്ണുകൾ തുറന്ന് ജീവനുള്ള ദൈവം ആരാണെന്നോ ലോകരക്ഷകൻ ആരാണെന്നോ അവിടെ കണ്ണുകൾ തുറന്ന് വെളിപ്പെടുത്തുന്ന രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഈ കൺവെൻഷൻ തീരുന്നതിന് മുമ്പ് അനേകരുടെ കണ്ണുകളെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുക. പിശാച് കുരുടാക്കി വെച്ചിരിക്കുന്ന അനേക കണ്ണുകളെ ദൈവത്തിന്റെ ആത്മാവ് തുറന്ന് ലോകരക്ഷകനെ കാണാൻ കണ്ണു തുറക്കാൻ പോകുക. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. എങ്ങനെയാണ് നമുക്ക് ഒരാളിനെ അറിയാനായിട്ട് കഴിയും? 4-ാമത്തെ കാര്യം, അസോസിയേഷനിൽ കൂടെയാണ് ഒരാളെ മനസ്സിലാക്കാൻ കഴിയും. വ്യക്തിബന്ധത്തിൽ കൂടെ, കൂട്ടായ്മ ബന്ധത്തിൽ കൂടിയാ ഒരാളെ മനസ്സിലാക്കാൻ കഴിയുന്നു. ലോകത്തിൽ ഒരു സ്ത്രീയെ ഏറ്റവും അധികം അറിയാവുന്ന ആള് ആരാ? ഒരു പുരുഷനെ ഏറ്റവും അധികം അറിയാവുന്ന ആള് ആരാ? ഒറ്റ മറുപടിയേ ഉള്ളൂ, ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ അറിയാവുന്ന ഭർത്താവിന്. ഒരു പുരുഷനെ ലോകത്തിലേറ്റവും അറിയാവുന്നത് ഭാര്യയ്ക്കാണ്. കാര്യം എന്താ? അവരാ രാപ്പകൽ ഒരുമിച്ച് കഴിയുന്നു, അവർ വർഷങ്ങളായി ഒരുമിച്ച് താമസിക്കുക. അന്യോന്യം അവിടെ ബലഹീനതകൾ അവർക്കറിയാം, അവിടെ പോരായ്മകൾ അവർക്കറിയാം, അവരെ എല്ലാവർക്കറിയാം. കാരണം ഒരുമിച്ച് സഹവസിക്കുന്നവരായതുകൊണ്ട് എല്ലാം നന്നായിട്ട് അറിയാവുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനുമാണെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളെ, ദൈവമായുള്ളൊരു അസോസിയേഷന് വേണ്ടി ആരെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അവർക്കാണ് ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയാൻ കഴിയുന്നത്, അവർക്കാണ് യേശുവിനെ അറിയേണ്ടവണ്ണം അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞു. കൊമ്പും മുന്തിരിവള്ളി, കൊമ്പ് മുന്തിരിവള്ളി വസിക്കുക. മുന്തിരിവള്ളി കൊമ്പുമായി വലിയൊരു ബന്ധമാണ്, ഒരുമിച്ച് ചേർന്ന് നിൽക്കുക. ഈ കൊമ്പിൻ്റെ ഈ മുന്തിരിയുടെ ഭാഗമാണ് കൊമ്പ്. മുന്തിരിയുടെ ഭാഗമായി നിൽക്കുന്ന കൊമ്പും മുന്തിരിയുമായിട്ട് വലിയൊരു ബന്ധമാ, വിച്ഛേദിക്കാൻ കഴിയാത്തൊരു ബന്ധമാ. ഈ മുന്തിരി കൂടെ വ്യാപരിക്കുന്ന ആ രസം മുഴുവനും ആ കൊമ്പിൽ കൂടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. മുന്തിരിയുടെ ആ അല്പരസം വലിച്ചെടുത്ത് അത് പരിശോധിക്കുകയും കൊമ്പിലുള്ള ആ രസം ഒന്ന് വലിച്ചെടുത്ത് അത് പരിശോധിക്കുകയും ചെയ്ത് രണ്ടും ഒന്നാ. കാരണം രണ്ടും കൂടെ അതുപോലെ അഭേദ്യമായ ബന്ധമാ. കൊമ്പ് മുന്തിരിവള്ളിയുമായി ഉള്ള ബന്ധം പോലെ സർവശക്തിയുള്ള ദൈവത്തോടൊരു ബന്ധമുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനോടൊരു ബന്ധമുണ്ടെങ്കിൽ, ലോകത്തിൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ ബന്ധമുള്ളവർക്ക് കഴിയുമെന്നുള്ള കാര്യം ഈ വചനത്തിന്റെ ആധാരത്തെ ഓർപ്പിക്കുക. 15 ദിവസമായി ഇവിടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന ആളുകളുണ്ട്. ഭക്ഷണം മാറ്റിവെച്ച്, ഭക്ഷണവും ഭാര്യവും അവരുടേതായ കുടുംബത്തിൻ്റെ ബന്ധപ്പാടുകളും ജോലിയുടെ ബന്ധപ്പാടുകളും എല്ലാം മാറ്റിവെച്ച് ദൈവത്തോട് കൂടെ വസിച്ച്
ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവ ശബ്ദം കേൾക്കുവാൻ വേണ്ടി, ദൈവത്തിന് മനോഹരത്വം കാണുവാൻ വേണ്ടി, ദൈവത്തിന് മുഖശോഭ കാണുവാൻ വേണ്ടി താല്പര്യത്തോടുകൂടെ കാത്തിരിക്കുന്ന ആളുകൾക്ക് ദൈവം ആരാടെന്നുള്ള കാര്യം വിവിധ നിലകളിൽ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം മോശ, എന്താ പറയുക, ഞാൻ മോശയുടെ കാര്യം പറഞ്ഞു. 40 ദിവസം സീനായി പർവ്വതത്തിൽ മോശ ദൈവത്തോടൊപ്പമായിരുന്നു. 2ാം പ്രാവശ്യം 40 ദിവസം മോശയായിരുന്നു. 2ാം പ്രാവശ്യമായിരുന്ന ആ സമയത്ത് ഏറ്റവും 40ാമത്തെ ദിവസം ദൈവം ആരാണെന്ന് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. പുറപ്പാട് 36:5 വാക്യം അവിടെ എഴുതിയിരിക്കുക, അപ്പോൾ യഹോവ വേഗത്തിലിറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്നു തൻ്റെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചെന്നാൽ യഹോവയായ ദൈവം, യഹോവയായ ദൈവം കരുണയും കൃപയുള്ളവൻ, ദീർഘക്ഷമയും മഹാദയുള്ളവൻ, വിശ്വസ്തതയുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവരെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ പേരും മക്കളുടെ പേരും 3-ാമത്തെ 4-ാമത്തെ തലമുറയോളം സന്ദർശിക്കുന്നവൻ. 40 ദിവസം ദൈവത്തോടു കൂടെ ഭക്ഷണമെല്ലാം വെടിഞ്ഞ് ഭക്ഷിക്കാതെ പാനം ചെയ്യാതെ ദൈവത്തിന് മുഖം കണ്ട് ഇരുന്ന മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി താൻ ആരാണെന്ന്. അത് ലോകത്തിൽ കോടിക്കണക്കിന് ആളുകൾ ഉണ്ടായേക്കാം, അവർക്കാർക്കും വെളിപ്പെടുത്തി കൊടുത്തില്ല താൻ ആരാണെന്ന്. എന്നാൽ തന്നോടൊപ്പം 40 ദിവസം സീനായി പർവ്വതത്തിലിരുന്ന മോശയോടാണ് ദൈവം പറഞ്ഞത്, ഞാൻ കരുണയുള്ള ദൈവമാണ്, ഞാൻ കൃപയുള്ള ദൈവമാണ്, ഞാൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്, ഞാൻ മഹാദയുള്ള ദൈവമാണ്, ഞാൻ 1000 ദയ കാണിക്കുന്ന ദൈവമാണ്. ആർക്കാ ഇത് വെളിപ്പെട്ടത്? ദൈവത്തോടുള്ള സഹവാസത്തിലിരുന്ന മോശയ്ക്ക്. ഞാനിന്ന് പൗലോസിന്റെ കാര്യവും പറഞ്ഞു. അറേബ്യ മരുഭൂമിയിൽ ദൈവത്തോടുള്ള സഹവാസത്തിലിരുന്ന പൗലോസ്, ആ പൗലോസിന് യേശുവിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരെക്കാളും കൂടുതൽ അറിയാൻ കഴിയും. ദൈവത്തെ അറിയേണ്ട വിധത്തിൽ അറിയാൻ, യേശുവിനെ അറിയേണ്ട വിധത്തിൽ അറിയാൻ ആ കാലഘട്ടത്തിൽ ഏറ്റവും ഭാഗ്യം ലഭിച്ച ആരെന്ന് ചോദിച്ച ഒറ്റ മറുപടിയുള്ളൂ, പൗലോസ്. കാര്യമെന്താ? 2-3 വർഷം അറേബ്യ മരുഭൂമിയിൽ പോയി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് വരിക്കുക. 2 വർഷത്തിൽ കൂടുതലുണ്ട്. ചരിത്ര സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ചു ലോകമായിട്ടൊരു ബന്ധമില്ല, എവിടെയോ പോയിരുന്ന ദൈവമായുള്ള ബന്ധത്തിൽ രാപ്പകൽ പ്രാർത്ഥനയിൽ ധ്യാനത്തിലും ഇരുന്ന ആ പൗലോസിന് ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തിയത്, യേശു ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തിയോ? 1 തിമോഥെയോസ് 6:15 മുതൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ എഴുതിയിരിക്കുന്ന 1 തിമോഥെയോസ് 6:15 മുതൽ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഭാഗ്യം ലഭിച്ച പൗലോസ് എഴുതിയിരിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. തിമോഥെയോസ് 6:15 മുതൽ അവൻ ധന്യനായ ഏകാധിപതിയാണ്, രാജാവാണ്, കർത്താവാണ്, താൻ മാത്രം അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, മനുഷ്യരാരും കാണാത്തവനാണ്, കാണാൻ കഴിയാത്തവനാണ്, തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തുന്നവനാണവൻ. നോക്കിക്കേ, അതുവരെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. യേശു ആരാ? ധന്യനായ ഏകാധിപതി, രാജാധിരാജാവ്,
കർത്താതി കർത്താവ്, താൻ മാത്രം മർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവനാ കർത്താവായ യേശു എന്നുള്ള വെളിപ്പാട് പൗലോസിനെ ലഭിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി അനുഭവത്തിൽ കൂടെ, ഇപ്പോൾ നമ്മൾ കേട്ടത് അസോസിയേഷനിൽ കൂടെ, ഇനിയിപ്പോൾ പറയാൻ പോകുന്ന അനുഭവത്തിൽ ദൈവത്തെ അറിഞ്ഞവരും യേശുവിനെ അറിഞ്ഞവരും അനുഭവത്തിൽ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അനുഭവത്തിൽ യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. പത്രോസ് ഒരിക്കലും ഇങ്ങനെ എഴുതി, ഞങ്ങൾ അവൻ്റെ ശക്തിയെക്കുറിച്ചും അവൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചും ഞങ്ങൾ എഴുതിയത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ടതിന്റെ സാക്ഷികളോ. പത്രോസ്, യോഹന്നാനും യാക്കോബൊക്കെ യേശുവിനെ കുറിച്ച് പറഞ്ഞത് കെട്ടുകഥയുടെ വെളിച്ചത്തിലല്ല, എവിടെങ്കിലും ആരോ പറഞ്ഞു കേട്ടതിൻ്റെ വെളിച്ചത്തിലല്ല. അവർ പറഞ്ഞത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവരോടുകൂടെ ആ മറുരൂപ മലയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടു, അവന് മുഖത്തിന് പാപം മാറുന്നത് ഞങ്ങൾ കണ്ടു, അവന് വസ്ത്രം വെണ്മയായി തീർന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മക്കളെ, അനുഭവത്തിൽ കൂടെ ദൈവമാരാണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണമാക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവമാരാണെന്ന് രുചിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ആപ്പിളിനെ കുറിച്ച് പഠനം നടത്തിയത് കൊണ്ടോ, തിസീസ് എഴുതിയത് കൊണ്ടോ, ഡോക്ടറേറ്റ് കിട്ടിയത് കൊണ്ടോ ആപ്പിളിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല. ആപ്പിളിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ആപ്പിൾ അല്പം മുറിച്ച് കഴിച്ചു നോക്കണം, അനുഭവിച്ചു നോക്കണം. അനുഭവിച്ചു നോക്കുന്നവർക്ക് ആപ്പിളിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ പുറമെ നിന്നുകൊണ്ട് ദൈവമെന്ന് പറഞ്ഞുകൊണ്ടോ യേശു എന്ന് പറഞ്ഞതുകൊണ്ടോ ആയില്ല. കർത്താവിനെ രുചിച്ചറിയണം, ജീവിതത്തിന് രുചിച്ചറിയണം. യേശു സൗഖ്യമാക്കുന്നവരാണെന്ന് രുചിച്ചറിയുന്നവരുണ്ട്, യേശു സമാധാനം നൽകുന്നവരാണെന്ന് രുചിച്ചറിയുന്നവരുണ്ട്, യേശു രക്ഷിക്കുന്നവരാണെന്ന് രുചിച്ചറിയുന്നവരുണ്ട്, യേശു പ്രശ്നം പരിഹരിക്കുന്നവരാണെന്ന് രുചിച്ചറിയുന്നവരുണ്ട്, യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നവരാണെന്ന് രുചിച്ചറിയുന്നവരുണ്ട്. എത്ര പേരുണ്ട്, എത്ര പേരുണ്ട്? കരങ്ങളൊന്നും ഉയർത്തി ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനുഭവിച്ചറിയുന്നവരാ, ഓരോ അനുഭവിച്ചറിയ. ദൈവം ആരാ, യേശു ആരാ, അനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ നടക്കുന്ന ഈ ഒരാഴ്ചത്തെ സുവിശേഷ യോഗം, ഉച്ചക്കട ദേശം, യേശു ആരാണെന്ന് അനുഭവിച്ചറിയുന്നതിന് മുഖാന്തരമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അനുഭവത്തിൽ കൂടെ യേശുവിനെ രുചിച്ചറിയുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണം. ദൈവത്തെ അറിയേണ്ടവണ്ണം അറിഞ്ഞാലുള്ള ഗുണം എന്താണ്? ദൈവത്തെ അറിയേണ്ടവണ്ണം അറിഞ്ഞാലുള്ള ഗുണം, ഒന്നാമത്തെ കാര്യം, അറിയേണ്ടവണ്ണം അറിയുന്നവർ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. ആരാ ദൈവത്തെ വിശ്വസിക്കുന്നത്? അറിയേണ്ടവണ്ണം അറിയാൻ ഭാഗ്യം ലഭിച്ചവർ ദൈവത്തെ വിശ്വസിക്കും. അറിയേണ്ടവണ്ണം അറിയാൻ ഭാഗ്യം ലഭിച്ചവർ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കും. വിശ്വസിക്കുന്നവരെന്ത് ചെയ്യും? ഏറ്റുപറയും. വിശ്വസിക്കുന്നവർ ഏറ്റുപറയും. അവർ വിശ്വസിക്കുന്ന കാര്യം അവർ ഏറ്റുപറയും. ഏറ്റുപറയുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് രക്ഷ. അവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് നിത്യജീവൻ. യേശുവിനെ അറിയണം
അറിയേണ്ടവണ്ണം അറിഞ്ഞ് യേശുവോട് കർത്താവ്, യേശുവോട് രക്ഷകരെന്ന് അറിയേണ്ട വിധത്തിൽ അറിഞ്ഞ് ഏറ്റു പറയുന്നവർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞാൽ നിത്യജീവൻ ലഭിക്കും. രണ്ടാമതായി, അറിയുന്നവർ കൽപ്പന പ്രമാണിക്കും. 1 യോഹന്നാൻ 2:3-4 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. യേശുവിനെ എനിക്ക് അറിയാമെന്ന് പറയും, യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പേരല്ല, ബൈബിൾ പറയുന്ന പേര് അവൻ കള്ളനാണെന്ന്. അറിയേണ്ടവണ്ണം അറിഞ്ഞിട്ടും കൽപ്പന പ്രമാണിക്കത്തില്ല. ചിലതൊക്കെ പ്രമാണിക്കും, ചിലതൊന്നും പ്രമാണിക്കത്തില്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പ്രമാണിക്കും, എല്ലാം ഒന്നും പ്രമാണിക്കത്തില്ല. യേശു ആരാണെന്ന് അറിയേണ്ടവണ്ണം അറിഞ്ഞവർ ചോദ്യം ചെയ്യാതെ യേശു പറഞ്ഞ ചെറുതും വലുതുമായ സകല കൽപ്പനകളോ അവർ അനുസരിക്കാൻ തയ്യാറാകും. കാരണം യേശു ആരാണെന്ന് അറിയാൻ ലോകത്തിലെ ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക്, ജനകോടികൾക്ക് ഭാഗ്യം ലഭിക്കാതിരുന്നപ്പോൾ ദൈവയുടെ കണ്ണുകളെ തുറന്ന് യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ചവർ, അറിയുന്നവർ കൽപ്പന പ്രമാണിക്കും. മനസ്സിലായ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കൽപ്പന പ്രമാണിച്ചവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എത്രയോ കൽപ്പനയാ. നമ്മുടെ സാറ് കൽപ്പന എന്ന് പറയുമ്പോൾ സ്നാനത്തിൻ്റെ കാര്യം പെട്ടെന്ന് ഓർമ്മ വരും. സ്നാനവും കൽപ്പനയാണ് യേശുവിൻ്റെ. അതുപോലെ ഒരുപാട് കൽപ്പനകൾ, യേശു പറഞ്ഞ കൽപ്പനകളുണ്ട്. അറിയുന്നവർ കൽപ്പനകൾ പ്രമാണിക്കും. സഹോദരത്തിൻ്റെ അപ്പോൾ തന്നെ സ്നേഹിക്കണം. ശത്രു വിശക്കുന്നുവെങ്കിൽ അവർ തിന്മാൻ കൊടുക്കണം. നന്മയാ തിന്മയെ ജയിക്കണം. ഇതെല്ലാം ദൈവവചനം നൽകുന്ന കൽപ്പനകളാ. കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ, ആ ദൈവത്തെ അറിയുന്നവൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അവൻ പ്രമാണിക്കാൻ തയ്യാറാകും. യേശുവിനെ അറിയുന്നവർ യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ തയ്യാറാകും. മൂന്നാമതായി, യേശുവിനെ അറിയുന്നവർ ആരാധിക്കും. യേശു ആരാണെന്ന് അറിയുന്നവരാരും വായടച്ചിരിക്കത്തില്ല. അവർ ശക്തമായി ആരാധിക്കോ. ദൈവം ആരാണെന്ന് അറിയുന്നവർ ആരും പ്രേരിപ്പിക്കേണ്ട, ആരും പ്രോത്സാഹിപ്പിക്കേണ്ട. ദൈവം ആരാണെന്ന് അറിയുന്നവർ അവർ ശക്തിയോടെ ആരാധിക്കോ. യേശു ആരാണെന്ന് അറിയുന്നവർ ശക്തിയോടെ ആരാധിക്കോ. കാരണം അറിയുന്നവർ ആരാധിക്കാതിരിക്കാൻ അവർക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അറിയുന്നവർ ആരാധിക്കും. അതിൻ്റെ ഒരു തെളിവല്ലേ മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ ആരാണ്. ഞാൻ മുമ്പേ വായിച്ച് കേൾപ്പിച്ച വാക്യം. മോശ ചെയ്ത ഒരു കാര്യമുണ്ട്, സാഷ്ടാംഗം വീട് നമസ്കരിച്ചെന്ന് എഴുതിയിരിക്കും. സാഷ്ടാംഗം വീട് നമസ്കരിച്ചു. ബൈബിൾ നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്ന ആരാധനയെ കുറിച്ചാണ്. ദൈവം ആരാണെന്നുള്ള അറിവ് കിട്ടിയപ്പോൾ മോശ ദൈവത്തിന് മുമ്പിൽ വീട് കടന്ന് ദൈവത്തെ ആരാധിച്ചെന്ന ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തെ അറിയുന്നവർ പൗരമായിരിക്കത്തില്ല, വാ തുറന്നവർ ദൈവത്തെ ആരാധിക്കും. യേശു ആരാണെന്ന് അറിയാൻ ഭാഗ്യം ലഭിച്ച പൗലോസ്, ആ പൗലോസ് എന്ന് പറഞ്ഞു, ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു ദൈവവും പിതാവുമായവര് എല്ലായ്പ്പോഴും നിങ്ങൾ സ്തോത്രം ചെയ്തവരായിരിക്കണം. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്. ആരെ? യേശുവിൻ്റെ നാമത്തിൽ ആരെ ആരാധിക്കണം? പിതാവായ ദൈവത്തെ ആരാധിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിതാവായ ദൈവത്തെ യേശുവിൻ്റെ നാമത്തിൽ ആരാധിക്കണമെന്ന് പൗലോസ് എഴുതി. എന്തുകൊണ്ടാ? പൗലോസിന് യേശുവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചു. ധന്യനായ ഏകാധിപതി, രാജാതിരാജാവ്, കർത്താതികർത്താവ്, താൻ മാത്രം അർത്ഥ്യതയുള്ളവൻ, അത് മനസ്സിലായവൻ പറയുക, ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്ക്, യേശുവിൻ്റെ നാമത്തിൽ ആരാധിക്ക്. പ്രൈസ് ദി ലോർഡ്. അറിയുന്നവർ ആരാധിക്കും. അറിയുന്നവർ ഉറച്ചു നിൽക്കും. ഏത് പ്രയാസ പ്രതികൂലത്തിന് നടുവിലും അവർ തളർന്നു പോകത്തില്ല.
പിന്തിരിഞ്ഞു പോകത്തില്ല, അവർ ഉറച്ചു നിൽക്കും. എബ്രായ ലേഖനം 4 അധ്യായത്തിൻ്റെ ഒടുവിൽ വലിയ പീഡയിൽ കൂടെ കടന്നു പോയ ഒരു കൂട്ടം ആളുകളുടെ കാര്യം പറഞ്ഞിട്ട് അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നു. വലിയ പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടോ അവരാരും കർത്താവിനെ വിട്ടുപോയില്ല. പുതിയ നിയമകാലത്തും രക്തസാക്ഷികളായി വരിക്കേണ്ടി വന്ന ആയിരങ്ങൾ, 10,000 ലക്ഷങ്ങൾ തളച്ചെണ്ണയുടെ മുമ്പ് നിർത്തിയപ്പോൾ യേശുവിനെ തള്ളി പറഞ്ഞില്ല. അവരെ തീച്ചുളയുടെ മുമ്പ് നിർത്തിയപ്പോൾ യേശുവിനെ തള്ളി പറഞ്ഞില്ല. അവരെ സിംഹത്തിന് ഗുഹയുടെ മുമ്പ് നിർത്തിയപ്പോൾ അവർ യേശുവിനെ തള്ളി പറഞ്ഞില്ല. അവരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി നിർത്തിയപ്പോൾ അവർ യേശുവിനെ തള്ളി പറഞ്ഞില്ല. യേശു മാത്രം കർത്താവെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ ഉറച്ചു നിന്നെങ്കിൽ അതിന്റെ അർത്ഥമെന്ന് അവർക്കറിയാമായിരുന്നു. യേശുവാരോ, ദൈവമാരോ, കൂടാരമായോ, ഞങ്ങളുടെ ഭൗമഭവനോ ഇവരഴിച്ചാരോ കൈപ്പടിയല്ലാത്ത ദൈവത്തിന് ദാനമായോ ഒരു കെട്ടിടം ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നവരോ ഞങ്ങളുടെ ദൈവോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളെ, അറിയുന്നവരെ ഉറച്ചു നിൽക്കത്തുള്ളൂ. ഇന്ന് ചെറിയ കാര്യം മതി പിന്മാറിപ്പോവുക, ചെറിയ വിഷയം മതി. എന്നാൽ രക്തസാക്ഷികൾ ചരിത്രം പഠിക്ക്. വാളിന്റെ മുമ്പിൽ നിന്നപ്പോഴും യേശു മാത്രം ദൈവമെന്ന് അവർ ഏറ്റുപറഞ്ഞ് ഉറച്ചു നിന്നെങ്കിൽ അതിന്റെ രഹസ്യം അവർ യേശു ആരാണെന്ന് അറിയാൻ ഭാഗ്യം ലഭിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് അറിയുന്നവർ അവർ വീര്യം പ്രവർത്തിക്കും. അറിയുന്നവർ വീര്യം പ്രവർത്തിക്കും. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അവർ ഉറച്ചു നിൽക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ കൂടെ വീര്യപ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കും. ലോകം കാണും. അവർ പ്രതിസന്ധിയുടെ നടുവിൽ പിടിച്ചു നിൽക്കുക മാത്രമല്ല, അവരിൽ കൂടെ വീര്യപ്രവർത്തികൾ നടക്കുന്നത് ലോകം കാണും. ഉദാഹരണം പറഞ്ഞാൽ തീച്ചൂടെ 3 പേരെ വലിച്ചെറിഞ്ഞു. ആരെയാ? ഈ ദൈവം ഞങ്ങളെ വിടുവിക്കുമെന്ന് ഏറ്റുപറഞ്ഞവരെ തീച്ചൂടെ വലിച്ചെറിഞ്ഞെങ്കിലോ സംഭവിച്ചതെന്താ? തീയുടെ ബലം കെട്ടുപോകുന്നത് ലോകം കണ്ടു. വലിയൊരു വീര്യപ്രവർത്തിയോടെ നടന്നു. തീച്ചുളയിൽ അവരെ എറിയാൻ ചെന്നവർ ദൂരെ നിന്നപ്പോൾ തന്നെ തീയുടെ ആഘാതമേറ്റ് ദഹിച്ചു പോയപ്പോൾ തീച്ചുളയിൽ വീണവർ ഒരു കുഴപ്പമില്ലാതെ തീക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാര്യമെന്താ? ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിൽക്കുക മാത്രമല്ല, അവർ വീര്യം പ്രവർത്തിക്കുന്നവരായി അവർ മാറുപാടിയാകും. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ പിടിച്ചടക്കി, വിശ്വാസത്താൽ അവർ നീതി നടത്തി. എന്താ കാര്യം? അവർ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള ഉറപ്പ് അവർക്ക് ലഭിച്ചത് കൊണ്ട് അവർ ധീരതയോടുകൂടെ ഉറച്ചു നിന്ന് അസാധാരണമായ വീര്യപ്രവർത്തികൾ അവരിൽ കൂടെ നടക്കുന്നത് ലോകം കാണാനിടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയുവാൻ, യേശുവിനെ അറിയേണ്ടവണ്ണം അറിയുവാൻ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരത് കൈയുയർത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവേ, അങ്ങ് ഇതുവരെ അറിഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് അറിയുവാൻ ഈ രാത്രി യോഗത്തിന് ഇടയാക്കണമേ. യേശുവേ, ഇതുവരെ ഞാൻ അറിഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായി അറിയുവാൻ എന്നെ സഹായിക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? കൈയുയർത്താം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. കരങ്ങൾ ഉയർത്താം. കർത്താവിനെ കൂടുതൽ അറിയണം, യേശുവിനെ കൂടുതൽ അറിയണം, പിതാവായ ദൈവത്തെ കൂടുതൽ അറിയണം. ദൈവത്തെ എനിക്കറിയണം, ദൈവത്തെ എനിക്ക് അനുഭവിച്ചറിയണം, ദൈവത്തെ എനിക്ക് രുചിച്ചറിയണം. ദൈവം ആരാണെന്ന് എനിക്കറിയണം. പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അറിയേണ്ട വിധത്തിൽ അറിയാതെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പ്രതികൂലങ്ങൾ ഇനി കൂടത്തേ ഉള്ളൂ. പ്രതികൂലങ്ങൾ കുറയുമെന്ന് ആരും വിചാരിക്കണ്ട. കൂടിക്കൊണ്ടിരുന്നാലും ദൈവത്തെ നീ അറിയുന്നവരാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയോ? നിലനിൽക്കാൻ കഴിയോ? ഏറ്റുപറഞ്ഞുകൊണ്ട് നിൽക്കാൻ കഴിയോ? ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരം ഉയർത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവാണ് ലോക രക്ഷകനെന്ന്, യേശുവിൽ കൂടി അല്ലാതെ രക്ഷയില്ലെന്ന് ഈ ദേശം അറിയുവാൻ, ഈ ലോകം അറിയുവാൻ
കർത്താവേ നമ്മുടെ വായുവാൻ അവരെ കണ്ണുകളെ തുറക്കുന്ന രാത്രിയാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കണമേ. യേശു സൗഖ്യമാക്കുന്നവരാണെന്ന്, യേശു വിടുവിക്കുന്നവരാണെന്ന്, യേശു അത്ഭുതം ചെയ്യുന്നവരാണെന്ന് ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമുണ്ടാകട്ടെ. Praise the Lord. Hallelujah. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.